ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്ത ആരാലേ ഉണ്ടാക്കുക? പക്ഷേ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് നമ്മൾ പലരും ഉണ്ടാക്കൂലല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ശർക്കര 2 കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ടത് 1 കപ്പ് മൈദയും 1 കപ്പ് റവയാണ് കേട്ടോ. രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിക്കാണ്ട് ശ്രദ്ധിക്കണേ. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ അതിലോട്ട് ശർക്കര തിളപ്പിച്ചത് ഒന്ന് അരിച്ചിട്ട് പറഞ്ഞെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ വേണ്ടത്. ഇതിന് അങ്ങനെ അധികം സമയം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശർക്കര ഉരുക്കിയത് മുഴുവൻ അതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. അതിന് ശേഷം നമുക്കിത് മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു 5-6 ഏലക്കയും കുറച്ച് പഞ്ചസാര ഇടണമെങ്കിൽ ഇടാം കേട്ടോ, അത് ഓപ്ഷനിലാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടോ. വെള്ളം ഒരാവശ്യത്തിന് മതി, അതൊന്ന് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡി ആവാൻ വേണ്ടിയിട്ട് മാത്രം മതി കേട്ടോ. അതൊരു നമ്മളൊരളവിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടോ. നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുയിലപ്പച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അതിലോട്ട് ഓരോന്നായിട്ട് പാർന്ന് കൊടുത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. മറിച്ചിട്ട് കൊടുക്കുക. അത് റെഡിയാകുമ്പോൾ അധികം കരിയാനൊന്നും നിൽക്കണ്ട. ഇതിൻ്റെത് കുറച്ച് കരിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അത്രയൊന്നും ആവാതെ നല്ലൊരു കളർ ചേഞ്ചായി ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വീട്ടിലൊക്കെ വിരുന്നേർ വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ. അവർക്കും നല്ല ഇഷ്ടപ്പെടും, നമ്മളെ പണിയും എളുപ്പമാവും കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അത്രയ്ക്കും അടിപൊളിയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. താങ്ക് യു.